മാതള നാരങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. നമുക്കിത് ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കുക. ഇത് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇതിൻ്റെ തൊലിയോടും കൂടിയാണ് നമ്മളിത് കറി വെക്കാൻ എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഉള്ളിലേതെല്ലാം കളഞ്ഞിട്ട് പീസാക്കി വെച്ചിട്ട് നന്നായി കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇത് അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് ചെറിയ മുറിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പീസാക്കി എടുത്തത്. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ചെറുതായി ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ഞാൻ ഇതില്ലേ ഒരു 50 ഗ്രാമിൽ ഇത്തിരി അധികം ഉണ്ടാവും പുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് നന്നായിട്ട് ഞാൻ പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. ഇത് പുളിയും ഉപ്പും എരിവുമാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1/2 ടീസ്പൂണ് എരിവുള്ള മുളകും മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഈ പുളിവെള്ളത്തിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. അതിന് പാകത്തിനുള്ള ഉപ്പ് ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ. അതിന് ശേഷം വഴറ്റാൻ വേണ്ടിയിട്ട് 2 പച്ചമുളക് ചെറിയ പീസാക്കി ആക്കിയതാണ്. ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇത് മൂന്നും കൂടെ വെറുതെ വഴറ്റിയിട്ട് അതിലേക്കാണ് പുളിയോ ഉപ്പും എരിവും എല്ലാം ഉള്ള ഇത് ഇടുന്നത്. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. എന്നിട്ടാകുമ്പോൾ നമുക്ക് ഈ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കിടന്നിട്ട് ഈ പുളി ഉപ്പ് മുളക് ഇതിൽ കിടന്നിട്ടത് വേവണം. പുളിവെള്ളം നന്നായി തിളച്ചുവേ. ഇത് നല്ല ശരിക്കും വെന്തു. അന്നേരമാണ് നമ്മൾ നാരങ്ങേൻ്റെ പീസ് ഇടേണ്ടത്. അല്ലെ അതിന് മുന്നേ ഇട്ടാൽ കഴിക്കുന്നതാണ് പറയൽ, കയ്പ്പ് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ കയ്പ്പ് വരില്ല. അപ്പോൾ ഇത് നമുക്കിടാം. പിന്നെ എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് പുളിവെള്ളം അന്നേരം തന്നെ ഫസ്റ്റിൽ തന്നെ ഒഴിച്ചു കൊടുക്കണേ. ഇതുപോലെ വെന്ത് കുറുകിയിട്ടാകുമ്പോഴാണ് നാരങ്ങ പീസ് ഇടുന്നത്. അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. നമ്മളിതിൻ്റെ 1/4 ഭാഗം എടുത്തിട്ടുണ്ടോ, നാരങ്ങ ഫുള്ളും എടുത്തിട്ടില്ല. ഇത് നമ്മുടെ നാരങ്ങക്കറി ഏതാണ്ടായ ഇത് നന്നായിട്ട് തിളച്ച് വന്നു. ഇതിലേക്ക് ഞാൻ കായപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി. പിന്നെ ഇടേണ്ടത് നമ്മളെ കാര്യമായിട്ടുള്ള ശർക്കരയാണ്. പുളി ഉപ്പ് എരിവ് മധുരം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നമുക്ക് ശർക്കര ഇടാം. ശർക്കര ഞാൻ ഉരുക്കി വെച്ചതാണ്. ഇത് നോക്കിയിട്ട് എത്രയാണ് ഇത് ഇതിനനുസരിച്ച് ഒഴിക്കുക. ഉലുവപ്പൊടി ഇടുന്നുണ്ട്. ഇത്തിരി ഉലുവ ഞാൻ വറുത്തിടുന്നുണ്ട്. അതുകൊണ്ട് ഉലുവപ്പൊടി കുറച്ചേ ഇടുന്നുള്ളൂ, കയ്പ്പ് വരുമല്ലോ. ഇതിൽ വറുത്തിടുന്നത് 1 ടീസ്പൂണ് കടുക്, ഒരു 1/4 ടീസ്പൂണ് ഉലുവ, 2 ഉണക്കമുളകും കുറച്ചധികം കറിവേപ്പിലയും. നമ്മുടെ അടിപൊളി നാരങ്ങക്കറി റെഡിയായി. ഉണ്ടാക്കാൻ അറിയാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ്.